അങ്ങനെ എതിർക്കാൻ തുടങ്ങി. മാത്രല്ല കൂട്ടരെ, ഈ പള്ളി ഉയർന്നു വന്നാലേ എന്താ നിങ്ങള് ഒന്ന് ഇന്ത്യ രാജ്യത്തെ ഏറ്റവും വലിയ പള്ളിയോ, 2-4 ലക്ഷം ആൾക്കാരെ പിന്തുണ ചുരുങ്ങിയത് എ പി ഉസ്താദ് എന്ന് വരും. 3 എ പി ഉസ്താദ് വഫാത്തായാലും അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ, വഫാത്തായാലും ജീവിക്കുന്ന സ്മാരകമായിട്ട് വരും. അങ്ങനെ വരുമ്പോ ഇപ്പൊ താജ്മഹൽ ഷാജഹാൻ ചക്രവർത്തി ഉണ്ടാക്കി, ലാൽ കില ചെങ്കോട്ട, ദില്ലി ജുമാ മസ്ജിദ്, അതുപോലെ തന്നെ പിന്നെ പാർലമെന്റ് മന്ദിരം, ബിർള മന്ദിരം, ഇന്ത്യ ഗേറ്റ്, കുത്തുബ് മീനാർ, അങ്ങനെ പലതും സ്ഥാനത്തുണ്ട്. അതൊക്കെ നമ്മുടെ സാമൂഹ്യ പാഠാവലി കുട്ടികൾ എങ്ങനെ പഠിക്കാൻ, ഇന്നാർ ഉണ്ടാക്കിയത്, ഷാജഹാൻ ചക്രവർത്തി ഉണ്ടാക്കിയ, മുഗൾ ചക്രവർത്തിമാരുണ്ടാക്കിയത്. ഇതുപോലെ കുറെ കാലം കഴിയുമ്പോ ഇന്ത്യ രാജ്യത്തെ ഏറ്റവും വലിയ പള്ളി എവിടെ? കേരളത്തിൽ. അതുണ്ടാക്കിയതാര് എന്നൊക്കെ ചോദ്യം വരുമ്പോ എ പി ഉസ്താദ് സ്മരിക്കപ്പെട്ടെങ്കിലോ അതുണ്ട്. ഉഖർവിയ പണ്ഡിതമാർ ലക്ഷണം പറഞ്ഞെടുത്ത് കസ്തലാനി പറഞ്ഞിട്ടുണ്ട്, വൽ ഹയാത്തുൽ അബദിയ, മരിച്ചാലും മരിക്കാത്തവരായിട്ട് മാറും. അസൂയമൂത്തു, അതുകൊണ്ട് എതിർക്കണം. എന്നാൽ ഒരു കാര്യം ഞാൻ പറയട്ടെ എസ്കക്കാരെ, ഈ പള്ളി എതിർക്കുന്ന സാക്ഷാൽ മുജാഹിദ, സാക്ഷാൽ ജമാഅത്ത്, സാക്ഷാൽ എസ്കക്കാര്, നിങ്ങളിപ്പോൾ ആ പള്ളി എതിർത്താലും ഇൻഷാ അല്ലാഹ് ആ പള്ളി കയറിയ ശേഷം ഒരു 100 കൊല്ലം കഴിയുമ്പോ നിങ്ങളുടെ പേരക്കുട്ടികളുടെ കൈകളെ കൊണ്ട് പരീക്ഷ പേപ്പറിൽ ചോദ്യം, ഇന്ത്യ രാജ്യത്തെ ഏറ്റവും വലിയ പള്ളി ഉണ്ടാക്കിയ ആളാരാണ്? ആ ചോദ്യം വരുമ്പോൾ നിങ്ങളെ കൈകളെ കൊണ്ട് കാന്തവരം അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അങ്ങനെ ഒരു സംഭവം ഇവിടെ വന്നാൽ അത് ആലോചിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയാണ് അസൂയമൂത്ത മുജാഹിദും ജമാഅത്തും തബ്ലീഗും ഖാദിയാനിയും എല്ലാ യുക്തിവാദി മലബലാദിയും എല്ലാവരും കൂടെ എതിർക്കുന്നത് ഞങ്ങൾക്കറിയാം. പക്ഷെ ബുദ്ധിയുള്ള ചില നേതാക്കളൊക്കെ പറഞ്ഞു, ഏ പിണ്ടാക്കിക്കോട്ടെ, ഷാജഹാൻ ചക്രവർത്തി താജ്മഹൽ ഉണ്ടാക്കിയതുകൊണ്ട് നമുക്ക് നഷ്ടമൊന്നും വന്നിട്ടില്ലല്ലോ, ഇന്ത്യയിലെ ഏറ്റവും വലിയ പള്ളി കേരളത്തിലായാല് അൽഹംദുലില്ലാഹ് നമുക്ക് സന്തോഷല്ലേ. ചുരുങ്ങിയത് SKSFകാരാ കാന്തപുരം അങ്ങനെ പള്ളി ഉണ്ടാക്കിയാൽ ടൂറിസ്റ്റുകൾ അങ്ങോട്ട് ആകർഷിക്കപ്പെട്ടാൽ നിങ്ങൾക്ക് ബത്തക്ക കച്ചവടെങ്കിലും നടത്തി കാശുണ്ടാക്കിക്കൂടെ? അതെങ്കിലും നിങ്ങൾക്കൊന്ന് ആലോചിച്ചിട്ട്. ഞങ്ങളെ കൊണ്ടോ കഴിയില്ല, ഞങ്ങൾ നേതാക്കന്മാർക്ക് വെറ്റിന മുറുക്കാന്നല്ലാതെ ഇങ്ങനത്തെ പണിയൊന്നും എടുക്കാൻ കഴിയൂല. ഈ ഞാൻ ചോദിക്കട്ടെ, 1700 പള്ളി ഉണ്ടാക്കി എ പി ഉസ്താദിന് ഒരു 10 അറബികളെ പിടിച്ച് 40 കോടി ഉണ്ടാക്കാൻ വലിയ പണിയുണ്ടോ? ഈ ജനങ്ങളൊക്കെ പിടിച്ച് പൈസ ഉണ്ടാക്കിയിട്ട് വേണോ? അതിന്റെ ആവശ്യമല്ല. പക്ഷേ അത് ജനകീയ പങ്കാളിത്തം കിട്ടാം.